ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറെ ദിവസത്തിന് ശേഷം ഐ വീണ്ടും ബാക്ക്. ഇത് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വീഴണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സോ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സിനിമ കാണാൻ പോകാൻ പറ്റിയില്ല. സോ ഖലീഫ കുടുംബ ബദ്ലേം യൂണിറ്റ് 2 ഞാൻ കണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ കംപ്ലീറ്റ് എൻ്റെ ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പം എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ദെൻ ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് എന്ത് പടം കണ്ടിട്ട് തോന്നി എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം. സോ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ കുടുംബ ബദ്ലേം യൂണിറ്റിനെ പറ്റി പറയാണ്. ബ്യൂട്ടിഫുൾ ഫിലിം മാൻ, സീരിയസ്ലി. ഗിരീഷ് ഏടി പുള്ളിയുടെ പടം ആക്ച്വലി നമുക്ക് ഫാമിലി ആയിട്ടെന്നല്ല, നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും ഫാമിലി ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോയി തിയേറ്ററിൽ പോയി കാണാൻ ഒരു 100% ഗ്യാരണ്ടി ആയിരുന്ന ഒരു ഡയറക്ടർ മാൻ. സീരിയസ്ലി കിടിലം പടം. കിടിലം പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിന് ഏറ്റവും വലിയ പോസിറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വരുന്നവര് പോകുന്നതിന് എല്ലാവർക്കും ഒരു കിടില റോൾ കൊടുത്തിട്ടുണ്ട്. അത് അവരെല്ലാവരും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും ഒരു റോൾ ഇവിടെ ഫില്ല് ചെയ്യിപ്പിച്ചു എന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. ചില പടത്തിൽ, ചില ഫീൽ ഗുഡ് പടങ്ങളിൽ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരു കാര്യമില്ലാണ്ട് അവരതിനകത്ത് കുത്തിക്കയറ്റി ആ പരിപാടിയൊന്നുമില്ല. ഇതിനകത്ത് ഓരോ ആൾക്കാരെയും പ്ലേസ് ചെയ്തേക്കുന്നതിന് ഓരോരോ കാരണങ്ങളുണ്ട്. പിന്നെ പുള്ളിയുടെ കഴിഞ്ഞു പോയ കുറച്ച് പടങ്ങളുടെ, അതായത് തണ്ണീർമത്തനങ്ങളെ, മാതാചേട്ട, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ഒക്കെ ചെയ്ത് നല്ല രസമുണ്ട്. പിന്നെ ഈ പടത്തിന്റെ ഒരു മെയിൻ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വിഷമത്തോടെയാണ് ഈ പടം കാണാൻ പോകുന്നതെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ഈ പടം കണ്ട് ഇറങ്ങുക. കാരണം തുടങ്ങും തൊട്ട് തീരും വരെ ഞാൻ ചിരി നിർത്തിയിട്ടില്ല. ഞാനൊരു ഹൗസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയേറ്ററിലാണ് പോയി കണ്ടത്. എല്ലാവരും എൻജോയ് ചെയ്തായിരുന്നു പടം കണ്ടുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്തൊരു അമ്മൂമ്മയായിരുന്നു, പുള്ളിക്കാരി ലൈക്ക് ഭയങ്കര ചിരിയായിരുന്നു. ആൻഡ് ഐ ഫീൽ സോ ഹാപ്പി മാൻ, ദിസ് ഈസ് സിനിമ ടു ബി ഓണസ്റ്റ്. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ നിവിൻ പോളി, പുള്ളി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഫേസ് ഓഫ് മലയാളം സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റും. കാരണം ഒരു പടം വിജയിക്കണമെങ്കിൽ ഫാമിലി, ഓഫ് കോഴ്സ് ഫാമിലി കയറിയാൽ മാത്രമേ ഒരു പടം സക്സസ് ആവത്തുള്ളൂ. മോഹൻലാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ എടുത്തു പറയാം, അതായത് പടം പോസിറ്റീവ് ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ വീടും കുടുക്കയും എല്ലാം വിട്ടിട്ട് തിയേറ്ററിലോട്ട് ഓടിപ്പോകുന്ന ഒരൊറ്റ ആക്ടർ മലയാളത്തിലുള്ളൂ. അത് ഫോർ ഷുവർ ഞാൻ എടുത്തു പറയും നിവിൻ പോളി. പുള്ളിയുടെ ആ ഒരു ഗ്രേസും ആ ഒരു കൊച്ചു കൊച്ചു കുസൃതികൾ കാണിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫേസ് എക്സ്പ്രഷൻസും കാര്യങ്ങളും കണ്ട് ഭയങ്കര രസമാണ്, ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ ഇത് കണ്ടിരുന്നു. പിന്നെ മമിത ബൈജു എടുത്ത് നോക്കിയാലും പുള്ളിക്കാരി കരിയർ പീക്കിലാണ്. സീരിയസ്ലി കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് വിഷ്ണു വിജയ് ആസ് ഓൾവേസ്, പ്രേമലു ഒക്കെ ചെയ്ത പുള്ളിയാണ്. മ്യൂസിക് കിടിലായിരുന്നു. എല്ലാം നമുക്ക് ഓരോരോ സീനിന് ആപ്റ്റായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് പുള്ളിക്കാർ ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് സംഗീത് പ്രതാപ് ആയാലും എല്ലാവരും, എവ്രി വൺ, ലിറ്ററലി പേരെടുത്തെടുത്ത് പറയാനാണെങ്കിൽ എല്ലാവരും പേരെടുത്ത് പറയേണ്ടി വരും. ഒരു ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് തൊട്ട് ഇതിനകത്ത് മെയിൻ സ്ട്രീം ആക്ടേഴ്സ് വരെ എല്ലാവരും അവർക്ക് കിട്ടിയ റോൾ അവർ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, ഇതാണ് പക്കാ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത്. ഇനി ഞാൻ അടുത്തൊരു സിനിമയെ പറ്റി പറയാം. ഓക്കെ, അപ്പം ബദ്ലേം കുടുംബ യൂണിറ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് പോയി തിയേറ്ററിൽ പോയി കണ്ടോ. ഞാൻ ഈ വർഷം കണ്ടതിൽ എനിക്ക് ഏറ്റവും കിടിലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിരുന്ന പടം ഇതുവരെ ഇറങ്ങിയതിൽ കുടുംബ യൂണിറ്റ് ആണ്. അത് ഞാൻ ഷോർട്ട് ഷുവറായിട്ട് പറയണം. സോ നെക്സ്റ്റ് പടം ഖലീഫ. ട്രെയിലർ തൊട്ട് ഇങ്ങോട്ട് ഭയങ്കരധികം എക്സ്പെക്ടേഷൻ ഉള്ള ഒരു പടമായിരുന്നു. വിശാൽ ഖാന്റെ ഡയറക്ടർ, പുലിമുരുകൻ പോലത്തെ പടങ്ങളൊക്കെ പുള്ളി ചെയ്തതാണ്. ഈ പടത്തിന്റെ നെഗറ്റീവ്സ് ഞാൻ ആദ്യം പറഞ്ഞത്, പോസിറ്റീവ്സ് ആദ്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആക്ഷൻ സീക്വൻസ് ചെയ്യാൻ മോളിവുഡിൽ മോഹൻലാൽ കഴിഞ്ഞാൽ കുറച്ച് പേര് എടുത്തു പറയാനുണ്ടെങ്കിൽ അത് പൃഥ്വിരാജ്, ഓഫ് കോഴ്സ്. കാരണം അൻവറൊക്കെ ഞാൻ ചുമ്മാ ഇരുന്ന് ഒരു ബോറടിച്ചപ്പോൾ ഇരുന്ന് കണ്ടൊരു പടമാണ്. ഹീ ഈസ് സോ ടാലന്റഡ്, ഹീ ഈസ് സോ ഫ്രിക്കിംഗ് ടാലന്റഡ്. ബട്ട് പുള്ളിക്കാരന് പറ്റിയൊരു സ്ക്രിപ്റ്റ്, പുള്ളിക്കാരന് പറ്റിയൊരു ആക്ഷൻ സാധനം കൊണ്ടുപോവാം. ആ സാധനം കാത്തിരുന്നാണ് ഫാൻസിന് ശരിക്കും ഖലീഫ എന്ന് പറയുന്ന സാധനത്തിലൂടെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോയത്. ബട്ട് ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. പടത്തിന്റെ സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് ഭയങ്കര വീക്കായിരുന്നു. ഇത് എൻ്റെ ഒപ്പീനിയനാണ്, ബാക്കികൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിലേക്ക് ഏറ്റവും കൂടുതൽ വിഷം വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പടം കുറച്ച് ബാക്ക് ആയതിന്റെ പേരിൽ മാത്രം പുള്ളിക്കാരന് ഒത്തിരി സൈബർ ബുള്ളിങ് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇത് പുള്ളിയെ ലൈക്ക് എഫക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. ഹീസ് ഇൻ ലൈക്ക് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു പേരുള്ള വ്യക്തിയാണ്. സോ
ബട്ട് ദിസ് ഇസ് സോ റോങ് മാൻ. പുള്ളിക്കെതിരെ പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ട് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന ആ സിനിമേനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം വരുന്ന ഒരു കാര്യമാണ്. പടത്തെ പറ്റി എടുത്തു പറയാനാണെങ്കിൽ ഔട്ട്ഡേറ്റഡ് സ്റ്റോറി ലൈൻ, കുറേയൊക്കെ നമുക്ക് തന്നെ ഗ്രാസ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടു വരുമ്പോൾ തന്നെ മനസ്സിലായി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ പോക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനിത് സെക്കൻഡ് ഡേ ആണ് ഈ പടം പോയി കണ്ടത്. ഫസ്റ്റ് ഡേ പോകാനോ എന്നെ കൊണ്ട് പറ്റിയില്ല, എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. ഈ പ്രൊഡക്ഷൻ ടീമിന്റെ സൈഡിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യും. ഇതിനകത്തൊരു ക്യാമിയോ ഉണ്ട്, എന്തിനാണ് അത് ആ പടം ഇറങ്ങി 2-3 മണിക്കൂർ കഴിഞ്ഞപ്പം എന്തുകൊണ്ട് അത് നിങ്ങൾ പോസ്റ്റായിട്ട് ഇറക്കി? ഓഫ് കോഴ്സ് ഇത് ഒരു എന്താ പറയാ ലീക്കായിട്ട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്തിടും, അത് കുറച്ച് പേര് എടുത്തുള്ളൂ. എന്റെ ഫ്രണ്ട്സിൽ അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നവരൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ ആരും എടുത്തില്ല, കാരണം ആൾക്കാർക്ക് വിവരം വെച്ച് തുടങ്ങി. അവർക്ക് മനസ്സിലായി തുടങ്ങി ഒരു പടം കാണുമ്പം നമുക്ക് ഇതിന് ഇങ്ങനെയൊക്കെ കാണണം, ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കാണാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം ആൾക്കാർക്ക് വന്നു തുടങ്ങി. പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കിയത്? ഞാൻ ആ ആക്ടറിന്റെ പേരോ ആ പോസ്റ്ററോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. അത് ഭയങ്കര വലിയ ഒരു മോശം പരിപാടിയായിപ്പോയി. കാരണം എല്ലാവർക്കും പടം കാണണ്ടേ, എല്ലാവർക്കും അത് എൻജോയ് ചെയ്യണ്ടേ. പിന്നെ വേറെ ആരും ഈ 2 ക്യാമിയോസിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ആ പടത്തിൽ അത്രയ്ക്ക് ഇമ്പാക്റ്റ് ആയിട്ട് ആ ക്യാമിയോസിന് നേരം തോന്നിയില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഓക്കെ, പുള്ളിയെ ആ പടത്തിന്റെ ത്രൂ ഔട്ട് അവിടെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാണ്ട് പുള്ളിക്ക് ആ കാര്യങ്ങളൊന്നും ഒരു റോൾ കൊടുക്കാണ്ട് ക്ലൈമാക്സ് എത്തി എല്ലാം ഒന്ന് എൻഡായി കഴിഞ്ഞപ്പം പുള്ളിക്ക് ഒരു സാധനം എടുത്ത് കൊടുക്കുക. പക്ഷെ ഇതിന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഇനി എന്തുവാ നടക്കാനുള്ളതെന്നോ ഇനി അതിന്റെ ഒരു ആവശ്യമുണ്ടോ ഒന്നും ഒരു വ്യക്തതയില്ല, മനസ്സിലായോ? സോ ദിസ് ഫിലിം ഈസ് ജസ്റ്റ് എബോ ആവറേജ്. ഇതൊരിക്കലും ഒരു മോശപ്പടം ഞാൻ ഒരിക്കലും പറയില്ല. ടെക്നിക്കൽ സൈഡൊക്കെ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ജെക്സ് ബിജോയ് ആ പാവം പിടിച്ച മനുഷ്യനാണെങ്കിൽ എല്ലാവരും കൂടെ ഒരു ജൂക്ക് ബോക്സ് അറിയാം, അതായത് ഈ സിനിമയുടെ പാട്ടിനൊക്കെ ഇറക്കിയ സമയത്ത് എല്ലാവരുടെ അടുത്തിട്ട് ഊക്കുന്നുണ്ടായിരുന്നു പാട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ബട്ട് പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം പുള്ളി ഇതിനകത്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. കാരണം പുള്ളിയുടെ ഓരോരോ ട്രാക്സും ലൈക്ക് സ്ഥിരം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സീനിന് നമുക്ക് എന്താണോ വേണ്ടത് ആ ഹൈ കിട്ടുന്ന രീതി തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. സ്ലോ മോഷൻ ബ്രോ, വി ആർ ലിവിങ് ഇൻ 2026. കോവിഡ് കഴിഞ്ഞിട്ട് തന്നെ ഇത്രയും വർഷമായി. അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ എല്ലാ സീനിനും ഇങ്ങനെ സ്ലോ മോഷൻ കുത്തിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് അത് കണ്ടിരിക്കാനുള്ള ക്ഷമയില്ല. ഇന്നൊരു 2-3 മിനിറ്റിന്റെ ഇൻസ്റ്റാഗ്രാം റീലിൽ ആൾക്കാർക്ക് കാണാൻ വയ്യ, മനസ്സിലായില്ല? അതൊരു മെയിൻ ഒരു ഫാക്ടറാണ്. സ്ലോ മോഷൻ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുക. ഇത് പടം തൂട്ട് ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഡയലോഗ്സിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിലും ചിലയിടത്തൊക്കെ ലൈക്ക് ഒട്ടും ഷൂട്ടാവാത്ത കാര്യങ്ങൾ, ലൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുണ്ടല്ലോ ഡെയിലി ബേസിൽ, അങ്ങനെയൊക്കെ അത് എവിടെയൊക്കെ ഒരു എന്താ പറയുക ഒരു കല്ല് അടിപ്പ് പോലെ സംഭവം എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും പോട്ടെ, ഐ ആം ഗെയിം ഇതുകൊണ്ടാണോ മാറ്റി വെച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ഈ പടത്തിൻ്റെ കൂടെ ഇറക്കേണ്ട ഒരു കാര്യമില്ല എന്ന് സത്യം പറഞ്ഞ ക്ലാഷ് ആയിട്ട്. കാരണം ഓണമാണ്, ആദ്യം എല്ലാവർക്കും ഹാപ്പി ഓണം പറയാൻ വിട്ടു ആദ്യം. സോ ഓണമാണ്, എല്ലാവരും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ലൈറ്റ് മാമിങ് ആയിട്ട് ഒരു പടം കാണാൻ വേണ്ടിയിട്ടായിരിക്കും പോവുക തിയേറ്ററിൽ ഫാമിലി ആയിട്ടൊക്കെ. അപ്പോൾ അവരൊരിക്കലും ഒരു ഇടിപ്പടം കാണാൻ വേണ്ടി പോകില്ല. ഇനി RDX വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിൻ്റെ സോൾ എന്ന് പറയുന്നത് ഫാമിലിയാണ്, ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അവരതൊക്കെ ചെയ്യുന്നത്. ഇറ്റ്സ് അബൌട്ട് റിലേഷൻഷിപ്സ്. അത് അച്ഛൻ മകനായിക്കോട്ടെ, അമ്മ മകനായിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ബ്രദേഴ്സ് ആയിക്കോട്ടെ, ആ ഒരു വ്യൂ ആണ് അതിൽ കാണിക്കുന്നത്. ആൻഡ് ആ ഒറ്റ മനുഷ്യരും ഫാമിലി ആയിട്ട് വന്നൊരു സ്മഗ്ലിങ്ങിന്റെ സാധനം ഇരുന്നൊന്നും കാണൂല ഡ്യൂ. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് അതും നിവിൻ പോളിയുടെ പടം വിത്ത് ഗിരീഷ് ഷെഡി എന്ന് പറയുമ്പം അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഫസ്റ്റ് കാണാൻ പോയപ്പം എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല, ഉച്ചയ്ക്ക് ഷോ ക്യാൻസൽ ആയപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടാണ് പോയി കണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം, കാരണം ഒത്തിരി എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നൊരു പടമായിരുന്നു. ഓൺലി ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു നടനെ ഒരു ആക്ഷൻ സീക്വൻസിൽ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും പറഞ്ഞു അൻവർ ഈസ് മൈ ഫേവറേറ്റ് ഫിലിം. അതിന് ആരെന്തോന്ന് പറഞ്ഞാൽ അത് മാറാമുള്ള ദാറ്റ് ഈസ് മൈ ഫേവറേറ്റ് ഫിലിം. അതിന്റെ മ്യൂസിക് എടുത്ത് നോക്കിയാൽ അതിനകത്തുണ്ടല്ലോ സ്ലോ മോഷനും കാര്യങ്ങളും, അത് നമുക്ക് എന്ത് ആപ്റ്റായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ കണ്ടാലും നമുക്കൊരു അതിനകത്തൊരു ക്രിഞ്ചും തോന്നൂല. ആവശ്യമുള്ളിടത്ത് എലിവേഷൻ കൊടുക്കുന്നുണ്ട്, അല്ലാത്തടത്ത് സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. കോംപ്ലിക്കേറ്റ് ആക്കുന്ന എന്തിനാണ്? ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ഖലീഫ. ഇനി അത്രയ്ക്ക് പറയാനുള്ളൂ.
നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണുക, ഡെഫിനറ്റ്ലി കാണുക. കാരണം തിയേറ്റർ വാച്ചാണ് പടം, അതിനെടുത്ത് പറയാം. കാരണം സ്റ്റണ്ട് സീൻസ് എടുത്ത് നോക്കിയാലും കാര്യം എടുത്ത് നോക്കിയാലും. പിന്നെ ഒരു ക്യാരക്ടർ ഇടാ, ഒന്ന് ആലോചിച്ച് നോക്കടാ, പൃഥ്വിരാജിന്റെ ഒരു എൻട്രി എന്ന് പറഞ്ഞ സാധനം തന്നെ അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു. ആ ഒരു ഫസ്റ്റ് സാധനം കൊടുത്തത്, ആ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു ചാമിങ്, ഒരു ഓറ ഫീൽ ചെയ്യും. ആ സാധനം, ആ എൻട്രി തന്നെ ആ സാധനം ഫുള്ള് ഫെയ്ഡായി. എന്തായാലും പോട്ടെ. പുള്ളി പ്ലീസ് കം വിത്ത് എ ഗുഡ്, ഒരു കിഡിലെ ഇടിപ്പടം, മാക്സിമം ഒരു ആക്ഷൻ സീക്വൻസ് ആയിട്ട് ഒരു കിഡിലും ഒരു സ്ക്രിപ്റ്റ് പുള്ളിക്ക് കിട്ടട്ടെ, പുള്ളി വരട്ടെ, നമുക്ക് അഭ്യർത്ഥിക്കാം. അടുത്തത് കുടുംബ ബദലേമിനെ പറ്റി ഞാൻ പറഞ്ഞു. ധൈര്യമായിട്ട് നിങ്ങൾ പോയി ടിക്കറ്റ് എടുത്തു, പോയി പടം കണ്ടോ, ഭയങ്കര ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ എങ്ങനെ വേണമെന്ന് ഒറ്റയ്ക്ക് പോകും. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഭയങ്കര നിങ്ങൾ എൻജോയ് ചെയ്യും. സീരിയസ്ലി ദിസ് ഫിലിം ഇസ് സൂപ്പർ. കാരണം നമ്മൾ ചില സമയത്ത് ലൈക്ക് നമ്മൾ തിങ്ക് ചെയ്യില്ല, ഈ പടത്തിൽ ഈ ക്യാരക്ടറായി പോലെ ആയിരുന്നു നമ്മുടെ ലൈഫെങ്കിലും. ഗിരീഷ് ഷെട്ടിയുടെ പടങ്ങളിലെ ക്യാരക്ടറായിട്ട് ജീവിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ജമ്പ് ഇൻ ടു ദാറ്റ്. ഇത് ഞാൻ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന സമയത്താണ് തണ്ണീർമത്തൻ ഞങ്ങൾ ഇറങ്ങിയത്. കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സൂപ്പർ ശരണ്യ ഇറങ്ങിയത്, പ്രേമലു. അപ്പോൾ അത് കോളേജ് ഏകദേശം തീരായ സമയത്താണ് പ്രേമലു ഇറങ്ങിയത്. ഇപ്പൊ കോളേജൊക്കെ ഇറങ്ങി ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ടൈമിലാണ് ലൈക്ക് ബദ്ലേം ഇറങ്ങിയത്. സോറി, പേര് തെറ്റിച്ച് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഉറക്കം കുറച്ച് ദിവസമായിട്ടില്ല, സോ അതിൻ്റെയാണ്. എന്തായാലും നിങ്ങൾ പടം പോയി കാണുക. കുടുംബ ബദലേം യൂണിറ്റ് സൂപ്പർ. ഖലീഫയും കൊള്ളാം, ഞാൻ പറഞ്ഞില്ലേ, എബോ ആവറേജ്. നിങ്ങളുടെ ചോയ്സാണ്, പോയി എൻജോയ് ചെയ്യുക ഫാമിലി ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം, സേഫായിട്ടിരിക്കുക. പ്ലീസ് ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, ഇതെൻ്റെ അപേക്ഷയാണ്. ദയവ് ചെയ്ത് കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത്. ഫാമിലി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം അടുത്ത പടത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. മിക്കവാറും ഇനി അടുത്ത പടം അർജുൻ ദാസിൻ്റെ സിനിമ ഇറങ്ങുന്നുണ്ട്, അതുണ്ട്. അത് ഞാൻ എന്തായാലും പോകും കാണാൻ. ഐ ഹാവ് എക്സ്പെക്ടേഷൻസ് ഫോർ ദാറ്റ് ഫിലിം. അതിനെ ടോക്സിക്കിൻ്റെ ഒരു 600 എന്താണോ എന്തോ, അത് ഇനി ഇറങ്ങുമ്പോഴേ അറിയത്തുള്ളൂ. നല്ല ഹൈപ്പുണ്ട്. സോ ലെറ്റ്സ് സീ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം വൺസ് മോർ.